ഗുഡ് ഈവനിങ് ചർച്ച്. ഈ ഈവനിങ് പ്രേയറിലേക്ക് ജോയിൻ ചെയ്ത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമുക്ക് അല്പനേരം കർത്താവിനെ പാടി സ്തുതിക്കാം. സന്തോഷത്തോടെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. Worship you, Father. Hallelujah. Thank you, Jesus. Hallelujah. കുഞ്ഞാടേ
കർത്താവെ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും കർത്താവെ, അങ്ങ് മാത്രം കർത്താവ്. ലോർഡ്, വി ഗ്ലോറിഫൈ യുവർ നെയിം. ലോർഡ്, വി മാഗ്നിഫൈ യുവർ നെയിം ജീസസ്. കർത്താവെ, കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് നന്ദി അപ്പ. കർത്താവ്, ഇനി ദൈവമേ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. അത് ഞങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് രൂപാന്തരമായി മാറട്ടെ കർത്താവെ. ലോർഡ്, ട്രാൻസ്ഫോം us Father, Lord. In Jesus' name we pray. Amen. Amen. Praise the Lord. നമ്മൾ പാടിയതുപോലെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റു പറയുന്ന നാമമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടെ ആ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ വന്നതും ചെയ്തതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ എല്ലാ ആഴ്ചയും പറയാറുള്ളത് പോലെ ഓൺലൈൻ ആണെങ്കിലും ഓൺ സൈറ്റ് ആണെങ്കിലും ചേർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങൾ കാറിലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ ഈവൻ ബാത്റൂമിൽ പോലും ആയിരിക്കാം, wherever you are, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ പേ അറ്റൻഷൻ ടു ദ വേർഡ്. ദൈവം നിങ്ങളെ ഇന്ന് സമൃദ്ധമായി 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 അനുഗ്രഹിക്കട്ടെ. ഹോൾ ഹാർട്ടഡ്ലി ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ. ഞാനുണ്ട്, എൻ്റെ കൂടെ ആഷ്ലിയും എൻ്റെ കൂടെ നിതിനും ഉണ്ട്. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന മീഡിയ ടീമുണ്ട്. ഞങ്ങളെല്ലാം മിനിസ്ട്രി ടീം ടുഗെദർ
വി വോണ്ട് ടു ടേക്ക് ദിസ് ടൈം ടു ബ്ലെസ് യു. നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഐ മീൻ ഫെയ്ത്ത്ഫുള്ളായിട്ട് ലോഗിൻ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന മറിയെ പോലെ ആമേൻ നിങ്ങൾ ഓരോരുത്തരും ആമേൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഈ സമയം വേർതിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ആൻഡ് വി വോണ്ട് അപ്രിഷ്യേറ്റ് യു. ഇന്ന് സഭയായി ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ യു മേക്കിംഗ് ജീസസ് യുവർ പ്രയോറിറ്റി. ഈ സമയത്ത് പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകിട്ടൊക്കെ പലർക്കും ആമേൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അവധി കിട്ടുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം പോലും നിങ്ങൾ കർത്താവിൻ്റെ കൂടെ രാവിലെ ഒരു വേർഷിപ്പ് കഴിഞ്ഞു, വീണ്ടും വൈകുന്നേരം ആമേൻ ഒരു സെഷനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം വേർതിരിക്കുന്നതിൽ വി റിയലി അപ്രിഷ്യേറ്റ് യു. Amen, as the ministry team. Amen. So on behalf of the pastor and the church family, we want to appreciate you. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. And we bring greetings from the entire ministry team to you. നിങ്ങളെ എല്ലാ ദൈവദാസന്മാരുടെ നാമത്തിലും അനുഗ്രഹിക്കുന്നു. ആമേൻ, വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. I just like to bless. എനിക്കിങ്ങനെ ഓരോ തവണയും ലൈവ് വരുമ്പോൾ എനിക്കിങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു സാക്രിഫൈസായത്. നിങ്ങൾ ഈ സമയം കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നത് ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. സോ നിങ്ങളങ്ങനെ സാക്രിഫിഷ്യലി ഇരിക്കുമ്പം ഐ ബിലീവ് ദറ്റ് യു ഡിസേർവ് എ സ്പെഷ്യൽ ബ്ലെസ്സിങ്. ആമേൻ. അതുകൊണ്ട് ഞാൻ ഹോൾ ഹാർട്ടഡ്ലി ഞങ്ങൾ ഹൃദയംഗമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ബി ബ്ലെസ്ഡ്, ബി ഫ്ലറിഷിങ്. ഈ വർഷം നിങ്ങൾ ഡിവൈനായി ഫ്ലറിഷ് ചെയ്യുന്ന ആമേൻ ദൈവികമായ തഴപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വർഷമായി 2021 ഒരിക്കൽ കൂടെ ഡിക്ലെയർ ചെയ്യുന്നു. ദ റീസൺ വൈ ഐ ഡു ദിസ് ബിക്കോസ് ഐ വാണ്ട് യു ടു ബി റിമൈൻഡഡ്. നിങ്ങൾ ഓരോരുത്തരും ഇത് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഓർക്കണം, എല്ലാ ദിവസവും നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. കാരണം ദൈവം തന്നിരിക്കുന്ന വേർഡാണ് നമുക്കിത്. ആമേൻ. ക്വിക്ക്ലി നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് ഡൈവ് ഇൻ ചെയ്യാം. ദൈവം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയം തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡീപ്പനിങ് അവർ സെൽസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയത് പ്രിസർവ് ടു ഗ്രോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് വളരുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു മെസ്സേജിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങി. പക്ഷേ അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഇന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഫ്രീഡം കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ സ്ട്രിക്ട്ലി നോട്ട്സ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇഫ് ഹി ഹാസ് എ വേർഡ് ഓഫ് ബ്ലെസ്സിങ് ഫോർ യു, ഐ വാണ്ട് ടു റിലീസ് ഇറ്റ് ഓവർ ദ ചർച്ച്. നിങ്ങളുടെ മേൽ അതിനെ റിലീസ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ, ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വി വാണ്ട് ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആമേൻ. കാരണം ദാറ്റ്സ് വാട്ട് വി നീഡ് ഈ കാലഘട്ടത്തിൽ. ആമേൻ. വേർ വി ഹാവ് സോ മച്ച് ഓപ്പർച്യൂണിറ്റി ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് ഇത്രമാത്രം സാഹചര്യങ്ങളുള്ള സമയത്ത് ചർച്ച്, ലെറ്റ് മീ റിമൈൻഡ് യു, നമുക്ക് പരിശുദ്ധാത്മാവില്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. സോ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മച്ച് ടൈം. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കി എങ്ങനെയാണ് പ്രായോഗികമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുകയും അതിലൂടെ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3:19 നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ സകല നിറവിനോളം നമ്മൾ നിറഞ്ഞു വരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയും ആ ബലത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റിയായ ദൈവ മക്കൾ എന്ന ഐഡൻറ്റിറ്റിക്ക് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിരിക്കുന്ന ആമേൻ പരീക്ഷണങ്ങൾ, ആമേൻ ശോധനകൾ നമുക്ക് നേരിടുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രിസർവ്ഡ് ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ. എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ പറ്റും? നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടോ, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ? പല ആളുകളും ചിന്തിക്കുന്നത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം സാധിക്കുന്നു. ഒരിക്കലുമല്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിയണം, ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആമേൻ ആത്മീകമായി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത്. ആമേൻ. അതുകൊണ്ട് ആമേൻ നിൽക്കുന്നവൻ ആമേൻ നിഗളിക്കാതിരിക്കട്ടെ എന്നാണ് ബൈബിൾ പറയുന്നത്. ആമേൻ. ലെറ്റ് us not be proud that we are standing firm. ആമേൻ. ഇന്ന് വൈകുന്നേരവും നിങ്ങളോട് അതുതന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പകരുന്ന ബലം കൊണ്ടാണ്. ആമേൻ. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വേരൂന്നുന്നു. സകല വിശുദ്ധന്മാരോടും കൂടെ ആ സ്നേഹത്തിൻ്റെ വീതി, നീളവും ആഴവും ഉയരവും ഇന്നതെന്ന് നമ്മൾ ഗ്രഹിക്കുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? സകല പരിജ്ഞാനത്തെയും കവിയുന്ന ദൈവസ്നേഹം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവസാനമായി എന്താ പറയുന്നത്?
നമ്മൾ എന്താ പറയുക, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം തന്നെ നമ്മുടെ അകത്തങ്ങ് നിറയുവാണ്. നമ്മളെ കാണുന്നവർ പിന്നെ ദൈവത്തെയാണ് കാണുന്നത്. പിന്നെ ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്നൊക്കെ പറയുന്ന പോലെ ആമേൻ, നമ്മളെ കാണുന്നവർക്ക് പിന്നെ നമ്മളെ കാണാൻ കഴിയാത്ത ലെവലിൽ യേശുവിനെ മാത്രമേ കാണാൻ കഴിയുന്നത്. ആമേൻ. യേശുവിൽ അങ്ങനെയാണെങ്കിൽ, യേശുവിൽ പാപമില്ലെങ്കിൽ, യേശു പാപത്താൽ പരീക്ഷിക്കപ്പെട്ടിട്ട് പാപം ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. ആമേൻ. ആൻഡ് യു ആർ റിസീവിങ് ഇറ്റ്. ഇതിൻ്റെ ബലം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഐ ഫീൽ നമ്മൾ പല സന്ദേശങ്ങൾ കേൾക്കുന്നു, ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മളെ ഒരു കാര്യം തന്നെ ഓർപ്പിക്കുന്നത്. ആമേൻ. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരിക. ആമേൻ. എങ്ങനെയാണ് സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കമ്മ്യൂണിയനിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എനിക്കറിയത്തില്ല, നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ ഡാനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്? കുറേ ആഴ്ചകളായല്ലോ, വേറെ മെസ്സേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ, വേറെ ഒന്നും കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തത് കൊണ്ടാണോ എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എനിക്ക് ഉറപ്പായിട്ട് അറിയാം നിങ്ങൾ പലരും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇനി ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ എനിക്ക് മെസ്സേജിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ പാസ്റ്റർമാരൊക്കെ, ദേവദാസന്മാരൊക്കെ അങ്ങനെയാണ്. അവരെപ്പോഴും ഒരു കാര്യം പറയും, നമ്മളങ്ങനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആ ക്വസ്റ്റിന് അവരെക്കാളും നല്ല ആൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും അവരുടെ അകത്തൊരു കാര്യം കാണും, അതനുസരിച്ച് അവർ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ഞാൻ ഇന്നങ്ങ് അസ്യൂം ചെയ്യുവാണ് എന്തിനാണ് ഡാനി ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. ഓക്കെ, എന്നാലേ എനിക്ക് അടുത്ത കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പറഞ്ഞു, ഐ ഡോണ്ട് വോണ്ട് ടു റിപ്പീറ്റ് ദാറ്റ്. നമ്മുടെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ അതിലേക്ക് നമ്മളെ നയിക്കുന്നത്, സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഇച്ചിരി കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇച്ചിരി കൂടി ഡെപ്തിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് അത് ചിന്തിക്കാൻ പോവുകയാണ്. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി ഇത്രയധികം സംസാരിക്കുന്നത്? ആമേൻ. ബിക്കോസ് പരിശുദ്ധാത്മാവാണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓക്കെ, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അതിനോടുകൂടെ. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം? എന്തുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നു? ഒറ്റ റീസണേ ഉള്ളൂ, ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ്. വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ടു ലിവ്. ഇതൊന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, എഴുതിയെടുക്കുന്നവർക്ക്, ഇഫ് യു വാണ്ട് എ പോയിന്റ്, നിങ്ങൾക്കൊരു പോയിന്റ് വേണമെങ്കിൽ ഒന്നാമതായിട്ട് എഴുതാം, വൈ ഡു വി നീഡ് ടു ഡീപ്പൻ അവർ സെൽവ്സ് ഇൻ ദ ഹോളി സ്പിരിറ്റ്? എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം? എന്തിനു വേണ്ടിയിട്ടാണത്? ബിക്കോസ് വി നീഡ് ടു ലിവ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ആമേൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5. 3 വാക്യങ്ങൾ നമ്മൾ ആദ്യമേ വായിക്കാൻ പോകുന്നു. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, ഓൺ ദ കൗണ്ട് ഓഫ് 3. ഗലേഷ്യൻസ് 5 വേഴ്സ് 5, 16 and 25. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ന്റെ 5-ഉം 16-ഉം 25-ഉം. അതിനു മുമ്പായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നവർ ക്രിസ്തുവിൽ വിശ്വാസത്തോടെ, ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ അത്ര സന്തോഷിക്കാൻ കഴിയുന്നതായിരിക്കില്ല, പക്ഷേ ഒന്ന് എഴുതിക്കാട്ടെ, ഐ ആം ഹാപ്പി. ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിക്കേ. ഐ ആം ജോയ്ഫുൾ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതിക്കേ. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ ഒന്ന് പ്രഖ്യാപിച്ച് നമുക്ക് വേഗത്തിൽ വായിക്കാം. ഗലേഷ്യൻസ് 5-ന്റെ 5-ഉം 16-ഉം 25-ഉം. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. 25. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബട്ട് we who live by the spirit എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആത്മാവ്, ഓക്കെ, മലയാളത്തിൽ കാത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ്, ബട്ട് we who live by the spirit eagerly wait to receive by faith the righteousness God has promised us. Amen. പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന നമ്മൾ, ആമേൻ, എല്ലാവരും പറഞ്ഞു വി ലിവ് ബൈ ദ സ്പിരിറ്റ്. ഒന്നാമതായി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ ഡീപ്പൻ ചെയ്യുന്നത്? വി ഹാവ് ടു ലിവ്, അല്ലേ? നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. ജീവിക്കണമെങ്കിൽ ബൈബിൾ പറയുന്നു വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ വേണം എന്നാണ് ബൈബിൾ പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ല. 2-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ,
എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നമ്മൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. Again, ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സോ ഐ സേ ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡ് യുവർ ലൈഫ്സ്. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാ. അല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വയറ്റിൽ വരെ നടക്കുന്ന കാര്യമല്ല നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വാക്ക് വിത്ത് ജീസസ് ഷുഡ് ബി ഇൻ ഒബീഡിയൻസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഓരോ ദിവസത്തെ നടപ്പ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. പക്ഷേ ഇംഗ്ലീഷിൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, സോ ഐ സേ ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡ് യുവർ ലൈഫ്സ്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. ആമേൻ. 25-ാമത്തെ വാക്യം അതിൽ മലയാളത്തിലും ക്ലിയർ ആണ്. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആമേൻ. നോക്കിയേ, സോ ഇപ്പൊ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്, വൈ ഡു വി നീഡ് ദ ഹോളി സ്പിരിറ്റ്? എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യം? വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ടു ലിവ്. നമുക്ക് ജീവിക്കാൻ. എല്ലാവരും പറഞ്ഞേ, ടു ലിവ്, ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യം. ജീവിക്കുവാൻ എല്ലാവരും പറഞ്ഞേ, ടു ലിവ്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത്, വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ടു ലിവ്. വൈ ഡു വി ടോക്ക് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്? ടു ലിവ്. വൈ ഡു വി പ്രീച്ച് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്? ടു ലിവ്. വൈ ഡു വി പ്രേ ടു ദ ഹോളി സ്പിരിറ്റ്? ടു ലിവ്. വൈ ഡു വി ടോക്ക് ടു ദ ഹോളി സ്പിരിറ്റ്? ടു ലിവ്. വൈ ഡു വി സീക്ക് ഹിസ് ഗൈഡൻസ് ആൻഡ് ഹിസ് കൗൺസിൽ? ടു ലിവ്. ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൗൺസിലും ആവശ്യമാണ്. ആമേൻ. അപ്പോൾ ഒന്നാമതായി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ്? വൈ ഡു വി നീഡ് ദ ഹോളി സ്പിരിറ്റ്? ടു ലിവ്. ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആമേൻ. we talking and focusing on depending our relationship with the Holy Spirit because we live by him. ഈ 3 വാക്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. നിങ്ങളെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. If you cannot live without oxygen, you cannot live without the Holy Spirit. ബൈബിൾ അനുസരിച്ച്. ഇതിൻ്റെ റീസൺ ഞാൻ പറയാം. ആമേൻ. ഓക്സിജൻ നിങ്ങൾ കാണുന്നുണ്ടാകുന്നില്ല, ഓക്സിജനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകത്തില്ല, ഓക്സിജനെ തൊടാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾക്കറിയില്ലെങ്കിലും, നമ്മൾ സയൻസിൽ പഠിക്കുന്ന ഇൻവോളണ്ടറി ആക്ഷൻ അല്ലേ? നമ്മൾ, അതായത് മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ശ്വസിക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നിട്ട് ഇന്ന് ഇത്ര പ്രാവശ്യം ശ്വസിക്കണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല, നമ്മൾ ഓരോ മിനിറ്റിലും ഇത്ര തവണ ശ്വസിക്കുന്നു, നമ്മൾ അറിയുന്ന പോലുമില്ല. വി ആർ ജസ്റ്റ് ബ്രീത്തിങ് ഇറ്റ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. വി നീഡ് ടു ബ്രീത്ത് ദ ഹോളി സ്പിരിറ്റ് ബിക്കോസ് ഹി ഈസ് റൂഹ. എന്തുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ? ഈവൻ ബിബ്ലിക്കലി പറയുകയാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേര് റൂഹ എന്നാണ്. കാറ്റ്, എയർ. ഹി ഷുഡ് ബി ദ എയർ വി ബ്രീത്ത്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമാകണം പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. വി കനോട്ട് ഗ്ലോറിഫൈ ജീസസ് വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഇതെങ്ങനെ നമുക്കറിയാം ജീവിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണെന്നുള്ളത്? എങ്ങനെ നമുക്കറിയാം? നമ്മൾ പഠിക്കുന്നു അല്ലേ? വി നോ ഇറ്റ് ബിക്കോസ് വി ആർ ലേണിംഗ് അബൌട്ട് ഇറ്റ്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു. ഓക്സിജൻ എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ്, ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ആസ്ട്രോനോട്ട്മാരും ഡൈവേഴ്സ്, അതായത് അണ്ടർ വാട്ടർ സീ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഓക്സിജൻ കിട്ടാത്ത സ്ഥലത്ത് പോകുമ്പോൾ ദേ ക്യാരി ഓക്സിജൻ സിലിണ്ടർ വിത്ത് ദം. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളൊരു പക്ഷേ സഭയ്ക്കകത്ത് വരുമ്പം ഇതിൻ്റെ അകത്തൊരു ആത്മീയ അന്തരീക്ഷമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചേക്കാം. പക്ഷേ ഈ സഭ വിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആസ്ട്രോനോട്ടിൻ്റെ ജീവിതം പോലെ, അല്ലെങ്കിൽ ഒരു ഡൈവറിൻ്റെ ജീവിതം പോലെ, എസെക്കിയേൽ കണ്ട പോലെ അസ്ഥി താഴ്വരയിലേക്കായിരിക്കാം, നിർജീവമായ അവസ്ഥയിലേക്ക്, പാപവും രോഗവും ആമേൻ പരീക്ഷകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൈവർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോനോട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്നത് പോലെ
we need to carry the presence of the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെ നടപ്പിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ ക്യാരി ചെയ്യുന്നവരായി മാറണം. വി നീഡ് ടു ക്യാരി ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു ലിവ് ഇൻ എൻ അൺറിഡീംഡ് വേൾഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നമ്മൾ ജീവിക്കുന്നത് വീണ്ടെടുക്കപ്പെടാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് വീണ്ടെടുക്കപ്പെടാത്ത ഒരു ദേഹത്തിലും ഒരു ദേഹിയിലുമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു ആസ്ട്രോനോട്ട്, ഒരു ഡൈവർ എപ്രകാരം ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്നു ഫോർ ടു സസ്റ്റെയിൻ ലൈഫ്, ടു ഡു ദെയർ മിഷൻസ്. ആമേൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന മിഷൻ പൂർത്തീകരിക്കുവാൻ, വിഷൻ പൂർത്തീകരിക്കുവാൻ, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ, സസ്റ്റെയിൻ ചെയ്യുവാൻ, ആമേൻ, അവർ സസ്റ്റെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നു, വിക്ടോറിയസ് ലിവിങ്ങിന് യു നീഡ് ദ ഹോളി സ്പിരിറ്റ് ലൈക്ക് യു ബ്രീത്ത് ഓക്സിജൻ. ശ്വാസം വലിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവുമായിട്ട് അഭേദ്യമായൊരു ബന്ധമാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാറ്റ്, കർത്താവ് പറഞ്ഞു, കാറ്റ് എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല, കാരണം വി ഡോണ്ട് സീ ഇറ്റ്. സിമിലർലി പരിശുദ്ധാത്മാവ് എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൽ അത്രയും നമ്മൾ വീണ്ടും ജനിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ അത്രയും നമ്മൾ ജീവിക്കുന്നത്. നോക്കിയേ, ജനനം, നമ്മുടെ ജീവിതം, നമ്മുടെ ഇറ്റേണൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇതെല്ലാം ദൈവം സീൽ ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നുള്ളത്. സോ വൈ ഡു വി നീഡ് ദ ഹോളി സ്പിരിറ്റ്? We need the Holy Spirit to live. Amen. That is why we are focusing on Him. കാരണം it is a matter of our existence. നമ്മൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഇത്രയധികം സംസാരിക്കുന്നത്? നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ പോലും ആമേൻ കാരണം ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ കാരണം ഹീ ഈസ് റൂഹ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, ദൈവം നമ്മുടെ അകത്ത്, നമ്മുടെ ജീവനാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ശ്വാസം നമ്മുടെ അകത്തേക്ക്, ജീവൻ്റെ കാറ്റ് നമ്മുടെ അകത്ത് വ്യാപരിച്ചപ്പോഴാണ് നമ്മൾ ജീവൻ വെച്ചത്. ആമേൻ. സോ വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ടു ബി ബോൺ അഗെയിൻ, ടു ലിവ് ആൻഡ് ഫോർ ആർ ഇറ്റേണിറ്റി. അതുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. ആമേൻ. എങ്ങനെ ജീവിക്കുവാൻ? എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:4-5 വായിക്കുന്നതിന് മുൻപേ ഞാൻ പറയട്ടെ, പൗലോസ് ഈ ലേഖനം എഴുതിയതിന്, അല്ലെങ്കിൽ ഈ അധ്യായം എഴുതിയതിന് ഒരു ഉദ്ദേശമുണ്ട്. കുറേ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സഭയെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ്? ആമേൻ. കർത്താവിനെ വിശ്വസിച്ച് വന്ന ജാതികൾ സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പൗലോസ് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒത്തിരി പൗലോസ് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. ആമേൻ. സോ അതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വായിക്കുക. ലീഗലിസം, അതായത് ലീഗലിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാൽവേഷൻ ബൈ വർക്ക്സ്, അതാണ് ലീഗലിസം. അതായത് രക്ഷിക്കപ്പെടണമെങ്കിൽ, അതായത് ക്രിസ്തു മാത്രമല്ല, ക്രിസ്തുവിനോട് എന്ത് നമ്മൾ ആഡ് ചെയ്താലും, ക്രിസ്തു രക്ഷിക്കപ്പെടുവാനായിട്ട് ക്രിസ്തുവിനോട് ചേർത്ത് നമ്മൾ ക്രൈസ്റ്റ് പ്ലസ് എനിത്തിങ് ഈസ് ലീഗലിസം. ആമേൻ. ക്രിസ്തുവിനോട് രക്ഷിക്കപ്പെടുവാനായിട്ടും നമ്മുടെ റൈച്ചസ്നെസ്സിനും നമ്മുടെ മുമ്പോട്ടുള്ള റൈച്ചസ് ലിവിങ്ങിനും അല്ലെങ്കിൽ നമ്മുടെ ഇറ്റേണിറ്റിക്കും എല്ലാം ക്രൈസ്റ്റിനോട് കൂടെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് ലീഗലിസമായി മാറും. ബിക്കോസ് യു ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, യു ആർ സാങ്ക്ടിഫൈഡ് ബൈ ഫെയ്ത്ത്, യു ആർ ഗ്ലോറിഫൈഡ് ബൈ ഫെയ്ത്ത്. ആമേൻ. ഇന്ന് ഞാൻ വായിക്കുകയായിരുന്നു റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിനകത്ത്, ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ്, ആദ്യം മുതൽ അവസാനം. ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? റാൻഡമായിട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് റോമർ 1:14 തോന്നുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ, യവനന്മാർക്കും ബാർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 17-ാമത്തെ വാക്യമായിരിക്കും. 16-17 വായിച്ചോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മലയാളത്തിൽ വിശ്വാസത്തിനെ കൊണ്ടും വിശ്വാസത്തിന് വേണ്ടിയും അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഇംഗ്ലീഷ് ഞാൻ പല വേർഷൻ വായിച്ചു നോക്കി, ഇങ്ങനെ എഴുതി, ദിസ് ഗുഡ് ന്യൂസ് ടെൽസ് ഹൗ
God makes us right in his sight. ദൈവം എങ്ങനെ ഒരു മനുഷ്യനെ തൻ്റെ മുൻപാകെ നീതീകരിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണിൽ നീതീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ സുവിശേഷമാണ് നമ്മളോട് പറയുന്നതെന്ന് പൗലോസ് പറയുന്നു. അതിനുശേഷം പറയുന്നു, ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ബൈ ഫെയ്ത്ത്. ഈ നീതീകരണം തുടക്കം മുതൽ അവസാനം വരെ അക്കംപ്ലിഷ് ചെയ്യുക, അതായത് നിവർത്തീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. മറ്റ് ഒരു ക്രൈറ്റീരിയയും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്റ്റിനോട് ചേർത്ത് നിങ്ങൾ മറ്റേത് ഡോക്ടറിനെ ആഡ് ചെയ്താലും അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. ദി ഓൺലി വേ ടു ഗെറ്റ് സേവ്ഡ്, ഞാൻ വിളിച്ചു പറയട്ടെ, ആകാശത്തിന് കീഴെ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ആ നാമത്തിനോട് മറ്റൊരു ചേർക്കലും ഉണ്ടാകരുത്. Amen. It is the name of Jesus. It is a faith in Jesus that justifies a man. ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. Amen. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി കം ആൻഡ് ടോക്ക് ടു മീ. വചനത്തിൽ നിന്ന് എനിക്ക് തെളിയിച്ചു തരാൻ കഴിയും. Amen. സോ ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഗലേഷ്യൻസ് 5:4-5 നമുക്ക് പെട്ടെന്ന് വായിക്കാം, അല്ലെങ്കിൽ 5:4-5 വായിക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഒന്നും കൂടി വായിച്ചേ, 4 ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നോക്കിയേ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് പൗലോസ്. ഈ മലയാളം ബൈബിളിനകത്ത് വാക്കുകളൊക്കെ ഭയങ്കര ഇച്ചിരി കട്ടിയാ. പ്ലെയിനായിട്ട് ഇത്രേ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ന്യായപ്രമാണവും ക്രിസ്തുവും കൂടി ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് പൗലോസ് പറയുന്നത്. ആമേൻ. അടുത്തത്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. നോക്കിയേ, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശയാൽ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അപ്പം നമ്മൾ ഓൾറെഡി നീതീകരിക്കപ്പെട്ടതല്ലേ, ഇവിടെ ഇനി നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെ പറ്റി എന്തായി പറയുന്നത്? ഫൈനൽ ഒരു സാൽവേഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് 3 സ്റ്റേജസാണ് ഉള്ളത്. ആമേൻ. വി ആർ ജസ്റ്റിഫൈഡ്. നമ്മൾ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഇപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ചില്ല, അവൻ്റെ മുൻപാകെ നമ്മളെ ദൈവം നീതീകരിക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവം ഇപ്പം നമ്മളെ കാണുന്നത് നീതീകരിക്കപ്പെട്ടവരായ, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. അത് ഇറ്റ്സ് വൺസ് ആൻഡ് ഫോർ ഓൾ. വി ഡിക്ലെയർഡ് ജസ്റ്റിഫൈ. അതൊരു ഡിക്ലെയർഡ് റൈച്ചസ്നെസ് ആണ്. ദൈവം നീതി നമുക്കുള്ളത് കൊണ്ടല്ല, നോട്ട് ബിക്കോസ് വി ഡിസേർവ് ഇറ്റ്. പക്ഷേ ഞാനിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ദൈവം ആ അനീതി തൻ്റെ കണ്ണുകൾക്ക് മറച്ച്, വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹിസ് മേഴ്സി കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് സിൻ. അവൻ്റെ കരുണ അനേക ആയിരം പാപങ്ങളെ മറയ്ക്കുന്ന കരുണയാണ്. അതുകൊണ്ട് നമ്മുടെ അനീതിയെ ദൈവം മനഃപൂർവ്വമായി മറച്ചുകൊണ്ട് നീതിമാനായ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവം നീതിമാന്മാരാക്കി നമ്മളെ തീർക്കുകയാണ്. ആമേൻ. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവം അത് ചെയ്തു. സോ ഇറ്റ് ഇസ് ജസ്റ്റ്, ആ പ്രോസസ് ഇസ് കോൾഡ് ജസ്റ്റിഫിക്കേഷൻ. അതായത് നമ്മൾക്ക് ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് ഒരു തെറ്റ് ന്യായീകരിക്കപ്പെടുക. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും യേശുവിൻ്റെ ക്രൂശും മരണത്തിലൂടെ അടക്കത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മുടെ എല്ലാ സകല തെറ്റുകളും ന്യായീകരിക്കപ്പെടുകയാണ്. എന്താ, ആരാ നമുക്ക് ആ ന്യായം വിധിച്ചു തന്നത്, അല്ലെങ്കിൽ ആരാ ആ ന്യായം നടത്തി തന്നത്? നമുക്ക് അർഹതയില്ലാത്ത ആ ന്യായം. ശരിക്കും അർഹിക്കുന്നത് എന്താ? മരണമാണ് നമ്മൾ അർഹിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമായിരുന്നു. പക്ഷെ നമ്മുടെ ആ പാപമെല്ലാം ന്യായീകരിക്കപ്പെടും. ഇറ്റ്സ് ബീങ് ജസ്റ്റിഫൈഡ്. ആര് കാരണം? ക്രിസ്തു കാരണം. ആമേൻ. സോ വി ആർ ബീങ് ഡിക്ലെയർഡ് റൈച്ചസ്. നമ്മൾ അർഹിക്കുന്നത് കൊണ്ടോ തെറ്റ് ചെയ്യാത്തത് കൊണ്ടോ അല്ല, പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ റൈച്ചസ് ആയി ഡിക്ലെയർ ചെയ്യപ്പെടുകയാണ്. അടുത്തത് എന്താ? അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് റിഡീംഡ് ആകപ്പെടാത്ത, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെടാത്ത ഈ ലോകത്തിൽ, ഈ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഡെയിലി റൈച്ചസ്നെസ്സിൽ, അതോടെ ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണം എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് എല്ലാ ദിവസവും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇനി ഫൈനൽ ഒരു സ്റ്റേജ് ഉണ്ട്, ഗ്ലോറിഫിക്കേഷൻ. മഹത്വീകരിക്കപ്പെടുക. അതായത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ദേഹം, ദേഹി, ആത്മാവിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ആ സ്റ്റേജിനെയാണ് മഹത്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ആമേൻ.
ടു ഷെയർ ദ ഗ്ലോറി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായി ആ മഹത്വം പങ്കിടുക അല്ലെങ്കിൽ പങ്കുവെക്കുക. അതിൻ്റെ ഏറ്റവും പിനക്കിളാണത്. ആമേൻ. സോ ഈ 3 സ്റ്റേജസിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഇസ് ബൈ ഫെയ്ത്ത് ആൻഡ് ത്രൂ ഗ്രേസ് ആൻഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ഇത് രക്ഷിക്കപ്പെടുമ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, ബൈ ഫെയ്ത്ത് ത്രൂ ഗ്രേസ് ഇൻ ക്രൈസ്റ്റ്. വിശ്വാസത്താൽ, കൃപയാൽ, ക്രിസ്തുവിൽ മാത്രമാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ സാങ്ക്ടിഫൈഡ് ആകുന്നത്, ഒരു മനുഷ്യൻ മഹത്വീകരിക്കപ്പെടുന്നത്. ആമേൻ. ഈ 3 സ്റ്റേജസിലും ഇത് 3ഉം ആപ്ലിക്കബിൾ ആണ്. ഒരു വ്യത്യാസവും ഇല്ല. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോകുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, ഞാൻ ബൈബിൾ വായിക്കുന്നത് കൊണ്ടാണ് ദൈവം എന്നെ നന്നാക്കി എടുക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇറ്റ് ഇസ് ബൈ ഫെയ്ത്ത് ത്രൂ ഗ്രേസ് ഇൻ ക്രൈസ്റ്റ്. ഇതിനൊരു വ്യത്യാസവും ഇല്ല ഈ 3 സ്റ്റേജസിലും. ആമേൻ. അതാണ് പൗലോസ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇതിനൊരു വ്യത്യാസം, ബിക്കോസ് ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ റിലിജിയൻ, അതൊരു മതമല്ല, അതൊരു മാർഗമാണ്, ബന്ധമാണ്. ആമേൻ. സോ വി നീഡ് ടു ബി സ്ട്രോങ്. ഈ ഒരു റെവലേഷൻ നമ്മുടെ അകത്ത് വരണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറും ആചാരങ്ങളായി മാറും. എങ്ങനെയാണ്? ഞാനിതിനെ പറ്റി ചിന്തിച്ചു. ഹൗ കെൻ യു മേക്ക് ഈ നമ്മളിപ്പോൾ ന്യായപ്രമാണത്തിലല്ലെന്ന് നമ്മൾ പറയുന്നു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എങ്ങനെ നമുക്ക് ക്രിസ്തുവിലല്ല, അതായത് പൗലോസ് പറയുന്നത് ഇവിടെ നിങ്ങൾ നിയമങ്ങളിലാണ് ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ലെന്നാണ്. അത് നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളുടെ ആശ്രയം ഇപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികളിലാണെങ്കിൽ, റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഏത് പ്രവൃത്തിയും ഇസ് ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ദൈവമായിട്ട് ബന്ധമില്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ആൻഡ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അതാ. ന്യായപ്രമാണം പാലിച്ചു കഴിയുമ്പോൾ ആക്ച്വൽ ജെനുവിൻ ട്രാൻസ്ഫോർമേഷൻ ഹൃദയത്തിൽ നടക്കുന്നില്ലെങ്കിലും പുറത്തെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് തന്നെയല്ലേ മറ്റ് മതങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യുന്നത്. ആമേൻ. വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോകുമ്പം ഒരു പ്രത്യേക ആശ്വാസം, ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസം, ഒരു പ്രത്യേക നേർച്ച നേരുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസം. ഇതിലാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്? നോ. ദാറ്റ് ഈസ് ലിവിങ് ഇൻ ലോ. അതാണ് ന്യായപ്രമാണത്തിലുള്ള ജീവിതം. ഇന്നും ഒരു വിശ്വാസിയായിട്ടും നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ ജീവിക്കാം. നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ പ്രവർത്തികളിലാണെങ്കിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ലെങ്കിൽ, യു ആർ സ്റ്റിൽ ഇൻ ലോ. യു മൈറ്റ് ബി, നിങ്ങൾ എല്ലാ ആഴ്ചയും ചർച്ചിൽ വരുന്നുണ്ടാകാം, എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ പ്രവർത്തികളിലാണെങ്കിൽ, ആ പ്രവർത്തികൾ വെച്ച് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്തിലാണ്. കാരണം വി ആർ നോട്ട് ജസ്റ്റിഫൈഡ്, വി ആർ നോട്ട് സാങ്ക്ടിഫൈഡ്, വി ആർ നോട്ട് ഗ്ലോറിഫൈഡ് ബൈ വർക്ക്സ്. നമ്മൾ നീതീകരിക്കപ്പെടുന്നതും വിശുദ്ധീകരിക്കപ്പെടുന്നതും മഹത്വീകരിക്കപ്പെടുന്നതും പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. സോ വി നീഡ് ടു ബി കോൺസ്റ്റന്റ്ലി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ഞാൻ ആലോചിക്കാം, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ബൈബിൾ പ്ലാൻ ഫോളോ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. എല്ലാ ദിവസവും ഞാൻ ആ പ്ലാൻ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അകത്തോ ഇന്ന് ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. പക്ഷെ ദൈവം കഴിഞ്ഞ ദിവസം എന്നോട് പറയാം, റോമൻസ് വായിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ ബൈബിൾ പ്ലാനോ, ഞാൻ 2 ദിവസമായിട്ട് 14 വാക്യമേ വായിച്ചിട്ടുള്ളൂ, വെറും 14 വേഴ്സസ്. അപ്പോൾ എന്താ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അയ്യോ, സാധാരണ ഞാൻ 5 അധ്യായം വെച്ച് ഒരു ദിവസം വായിച്ചുകൊണ്ടിരുന്ന, ഞാൻ 5 അധ്യായം വായിച്ചെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബൈബിൾ പ്ലാൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വാട്ട് ഇസ് എ സ്പിരിറ്റ് ടെല്ലിങ് മീ, പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? അതുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്ന, ഞങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ആ നീതിക്കായി കാത്തിരിക്കുന്നു, ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും ആത്മാവ് നയിക്കുന്നതിലും ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ബൈബിൾ പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടാകാം, പക്ഷേ ഐ എം ജസ്റ്റ് സാറ്റിസ്ഫൈങ്. എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു കുറ്റബോധമുണ്ട്. എന്താണെന്നറിയോ? ദൈവവുമായിട്ട് ചേർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്നുള്ളത്. There's a God-shaped vacuum in every person. അപ്പോൾ നമ്മുടെ എപ്പോഴത്തെ ആഗ്രഹം ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ആത്മാവ് അതാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന ബൈബിൾ പ്ലാൻ ഫോളോ ചെയ്യണമെന്നാണോ, അതോ ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് വെച്ച് വായിക്കാനാണോ പരിശുദ്ധം? ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എക്സാമ്പിൾ പറയാം. ആമേൻ. സോ യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ആ ഡൂയിങ്ങിലാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ന്യായപ്രമാണത്തില്ല. കാരണം അവരും ഡൂയിങ്ങിൽ ആശ്രയിച്ച്, ചെയ്യുന്ന കാര്യങ്ങളിലാണ് അവർ ആശ്രയിച്ചിരുന്നത്. ഇതൊന്നും ചെയ്യേണ്ടെന്നാണോ ഞാൻ പറയുന്നത്? അല്ല. ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവ് പറയുന്ന അനുസരിച്ച് ഓരോ സീസണിലും നിങ്ങൾ മൂവ് ചെയ്താൽ യു ആർ ഇൻ ഫെയ്ത്ത്, യു ആർ മൂവിങ് ഇൻ ഫെയ്ത്ത്. കാണാത്ത ഒരു ദൈവത്തിന് നിയന്ത്രണത്താൽ നിങ്ങൾ അനുഗമിക്കുകയാണ്. അതാണ് വിശ്വാസ ജീവിതം. ആമേൻ.
നമുക്ക് കാണാൻ അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ അല്ല ക്രിസ്ത്യൻ ലൈഫ്. പല ക്രിസ്ത്യാനികൾക്കും സന്തോഷമില്ലാത്തത് അതുകൊണ്ടാണ്. പല ക്രിസ്ത്യാനികളും പറയുന്നു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഞാൻ എല്ലാ ആഴ്ചയും ചർച്ചിൽ പോയിട്ടും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത് ഇത് കാരണം യു ആർ ഡിപ്പെൻഡിങ് ഓൺ യുവർ വർക്ക്സ്. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുമല്ല കേട്ടോ. യു ക്യാൻ ലിവ് എ ഹാപ്പി ലൈഫ്, യു ക്യാൻ ലിവ് എ ജോയ്ഫുൾ ലൈഫ്. നിങ്ങൾക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ പോലെ കാരണം ക്രിസ്തു നയിക്കപ്പെട്ടതുപോലും പരിപൂർണമായി പരിശുദ്ധാത്മാവില്ല. ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലും പരിപൂർണമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ഗൈഡൻസിലുമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. ആമേൻ. സോ ഹി വാസ് ജോയ്ഫുൾ ഓൾ ദ ടൈം. ഏത് പ്രശ്നം കർത്താവിന് മുൻപിൽ വന്നപ്പോഴും ആമേൻ ക്രൂശിനെ പോലും സന്തോഷത്തോടെ സഹിക്കുവാൻ കർത്താവിന് സാധിച്ചത് കാരണം ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. He was walking by the Spirit. He was moving in the Spirit. He was carrying the Spirit and His presence all throughout. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ടും അതിൻ്റെ നിയന്ത്രണത്തിലുമാണ് യേശു കർത്താവ് നടന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പെൻറ്റക്കോസ്റ്റൽ ക്രൗഡിന് ഈ സാറ്റിസ്ഫാക്ഷൻ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന ആ സന്തോഷം. നോ. നിങ്ങൾ എത്ര പേര് ചോദിക്കും, കർത്താവേ ഈ സീസണിൽ ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കണം, ഇന്ന് ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കണം, ഇന്ന് ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആമേൻ. ഇന്ന് ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഏത് അധ്യായം ഞാൻ വായിക്കണം? ഞാൻ പറഞ്ഞില്ല, ഞാൻ 14 വാക്യങ്ങളെ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ രണ്ട് ദിവസത്തെ 14 വാക്യങ്ങൾ വായിക്കുന്നതിലൂടെ ഒരു എനിക്കറിയത്തില്ല, അനേക വെളിപ്പാടുകൾ, അനേക കാര്യങ്ങൾ എഴുതി വെക്കുവാനും ഒക്കെ ദൈവം എന്നെ ഈ 2 ദിവസം കൊണ്ട് സഹായിച്ചു. നേരെ മറിച്ച് ഞാൻ പറയില്ല എനിക്ക് എൻ്റെ ബൈബിൾ പ്ലാൻ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നെങ്കിലോ, ഞാൻ ബൈബിൾ വായിക്കുന്നു, ഞാൻ ബൈബിൾ പഠിക്കുന്നു എന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രവൃത്തികളിൽ ഊന്നി, നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിച്ച് നടക്കുന്ന ഒരു ലൈഫല്ല റൈച്ചസ് ലിവിങ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ പാപം ചെയ്യുന്നുണ്ടാകത്തില്ലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടായിരിക്കാം, എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും, എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടാകും. പക്ഷേ അതിനകത്തൊരു ദൈവാത്മാവുമായിട്ട് ബന്ധത്തിലല്ല നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്കും ഒരേ കാര്യം തന്നെ വർഷങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരേ പ്രെയർ ലിസ്റ്റായിട്ട് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മളിരിക്കും. പക്ഷേ പ്രെയർ ലിസ്റ്റല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ പ്രാർത്ഥിക്കായിരിക്കും. അവന് പുതിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കും, അവൻ പുതിയ ഭാഷകൾ സംസാരിക്കും, അവൻ പുതിയ പുതിയ ആത്മീക അനുഭവങ്ങൾ അവൻ അനുഭവിക്കാനിടയായിത്തീരും. കാരണം ഹീ ഈസ് നോട്ട് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദ വർക്ക്സ്. അല്ലെങ്കിൽ അവൻ നടക്കുന്നത് പ്രവൃത്തിയാലല്ല, അവൻ നടക്കുന്നത് വിശ്വാസത്താൽ, അവൻ നടക്കുന്നത് ആത്മാവിൻ്റെ നിയന്ത്രണത്താൽ അത്രേ. ആമേൻ. സോ എന്താണ് ന്യായപ്രമാണം? പുതിയ നിയമ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ക്രിസ്തുവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ല ഏതെങ്കിലും കാര്യം ചെയ്യുന്നതെങ്കിൽ, അത് ഈവൻ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണെങ്കിൽ പോലും, ലെറ്റ് മീ റിമൈൻഡ് യു, ഒരു പക്ഷേ നിങ്ങൾ ഒരു നിയമം പാലിക്കുക മാത്രമായിരിക്കാം. അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞ ആരും ജഡ്ജ് ചെയ്യുമല്ല. ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആമേൻ. എല്ലാ ദിവസവും 1 അല്ല 2 അല്ല എത്ര മണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാം. പക്ഷേ ഇതിനകത്തെല്ലാം റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ബന്ധമുണ്ടാകണം. നമ്മൾ അങ്ങോട്ട് മാത്രം സംസാരിക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത്, നീ കഥകടച്ച് നീയും നിൻ്റെ പിതാവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുന്ന നോക്കിയേ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനമാത്രം, പിതാവിനോട് സംസാരിക്കുക. കാരണം എന്താ? കർത്താവ് പിതാവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്നത് ഈ ബന്ധമാണോ അതോ ഒരു നീണ്ട ലിസ്റ്റാണോ? നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ വൈഫ് എനിക്ക് ലിസ്റ്റ് തന്നിടാറുണ്ട്, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. ഈ ലിസ്റ്റാണോ നിങ്ങളുടെ പ്രാർത്ഥനാ മുറി അതോ ഈ ബന്ധം വെളിപ്പെടുന്ന ധ്യാനത്തിങ്കിൽ കത്തുന്ന തീ എന്നൊക്കെ പറയുന്നത് പോലെ കർത്താവിനെ ധ്യാനിക്കുന്ന, കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒട്ടിയിരിക്കുന്ന, ഏറ്റവും നിങ്ങളുടെ ഒരു ദിവസത്തെ സമയത്തിൽ ഏറ്റവും കൂടുതൽ യേശുവുമായി ചേർന്നിരിക്കുന്ന സമയമാകണം നിങ്ങളുടെ പ്രാർത്ഥനാ മുറി. ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു സമയമാകരുത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറി. നിങ്ങളുടെ ഏത് ഡിസിപ്ലിനും. ആമേൻ. ഡിഫൈൻ ദ വൈസ്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ആമേൻ. പലർക്കും അറിയത്തില്ല, ആമേൻ ഇതിങ്ങനെ ചെയ്യണം എന്നറിയാം, അതുകൊണ്ട് ചെയ്യുന്നു. നോ, ലെറ്റ്സ് കം ഔട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്രയോ നാളായി നിങ്ങൾ ദൈവസാന്നിധ്യം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അനുഭവിച്ചിട്ട്? എത്ര നാളായി കർത്താവുമായിട്ട് വിശ്വാസത്തിൽ ആദ്യം വന്ന സമയങ്ങളിൽ
പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ ഒരു ആവേശമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, അതിനകത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു. കർത്താവിൽ നിന്ന് നിങ്ങൾ കേൾക്കുമായിരുന്നു. എത്ര നാളായി കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ട്? ആമേൻ. ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കും, ചില സമയങ്ങളിൽ ദൈവം നിശബ്ദമാവും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, പക്ഷെ നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളായി? ഒരു ബന്ധത്തിൽ അങ്ങോട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ ആ ബന്ധത്തിന് എന്തോ പ്രശ്നമുണ്ട്. സോ ആർ യു ഇൻ റിലേഷൻഷിപ്പ് ഓർ ആർ യു ഇൻ റിലീജിയൻ? നിങ്ങൾ നിയമത്തിലാണോ ബന്ധത്തിലാണോ? ആമേൻ. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് യഹൂദൻ ഇന്നും ഒരു മതമായി അറിയപ്പെടുന്നത്. ദൈവമായിട്ട് ബന്ധമുണ്ടാകേണ്ട ജനമാണ്, ദൈവം വിളിച്ച് വേർതിരിച്ച ജനമാണ്. ആമേൻ. ആ യഹൂദന് പോലും ക്രിസ്തുവിലൂടെയുള്ള ഈ ബന്ധത്തിലൂടെ അല്ലാതെ റെസ്റ്റോറേഷൻ ഇല്ലെന്ന ബൈബിൾ. ആദ്യം യഹൂദനും അല്ലേ, പിന്നെ യവനനും. അപ്പോൾ യഹൂദന് പോലും ഇത് ബാധകമാണ്. കാരണം എന്താ? അവൻ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയി. അവൻ കുറേ ആചാരങ്ങളിലും ചട്ടങ്ങളിലും ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നതിലും ഈവൻ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൻ്റെ അകത്തേക്ക് പോലും അവനിത് കൊണ്ടുവരും. ഇതല്ലേ നമ്മൾ പല 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 കൂട്ടായ്മകളും പല ദൈവദാസന്മാരും ചെയ്യുന്നത്? ജനത്തെ വർക്ക്സ് കൊണ്ട് ബൈൻഡ് ചെയ്യുമല്ലേ നമ്മൾ. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത? ഓ പള്ളിയിൽ പോകണം, ഓ പ്രാർത്ഥിക്കണം, ഓ ബൈബിൾ വായിക്കണം, ഓ വിശുദ്ധിയിൽ ജീവിക്കണം. ആമേൻ. നമ്മുടെ പലരുടെ ഇതൊക്കെ തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. പക്ഷെ ഇതൊന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമുക്കിതൊക്കെ ഒരു ബേർഡനായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബൈബിൾ വായിക്കുന്ന സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ക്രിസ്തുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ഹോളി സ്പിരിറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഹീ എനേബിൾസ് അസ് ടു വാക്ക് ഇൻ ഫ്രീഡം ഫ്രം ഡെഡ് വർക്ക്സ്. നിർജീവ പ്രവർത്തികളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം. എങ്ങനെ ജീവിക്കാൻ? നിർജീവമായ പ്രവൃത്തിയിൽ, ജീവനുണ്ടാകുന്ന ഇവിടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് ജീവൻ ഉണ്ടാകുന്നത്. ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാതെ എന്ത് ചെയ്താലും അതിൻ്റെ അത് ജീവൻ ഉണ്ടാകത്തില്ല. അങ്ങനെ നിർജീവമായ പ്രവൃത്തികൾ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് തരും. നിങ്ങൾക്ക് ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും, ബൈബിൾ വായിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റും. ആമേൻ. സഭയിൽ വരുന്നത് എൻജോയ് ചെയ്യാൻ പറ്റും. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടും പലരും ചർച്ചിൽ തിരിച്ചു വരുന്നില്ല. വൈ? ബിക്കോസ് യു ആർ നോട്ട് എൻജോയിങ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. സൺഡേ ആമേൻ, കിടന്നുറങ്ങാം, സന്തോഷിക്കാം, സിനിമ കാണാം, ആരും അറിയത്തില്ല. മാസത്തിൽ ഒരിക്കലും വന്നാൽ മതി. ഓൺലൈൻ കയറേണ്ട ആവശ്യമില്ല. യു നോട്ട് എൻജോയിങ്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി പറയണം, നിങ്ങൾ ഇത്രയും നാളും യു ആർ നോട്ട് എൻജോയിങ് ക്രിസ്ത്യൻ ലൈഫ്. കം ബാക്ക് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവർ മടങ്ങി വരുവാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബിക്കോസ് അവർ ഇത്രയും നാളും സഭയിൽ വരുന്നത് എൻജോയ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുക സഭയിൽ വരണ്ട. അപ്പം അവരത് എൻജോയ് ചെയ്യുക. ആമേൻ. സോ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഹി എനേബിൾസ് അസ് ടു ലിവ്, അല്ലേ? പരിശുദ്ധാത്മാവ് എന്തിനാ? ജീവിക്കാൻ വേണ്ടി. എങ്ങനെ ജീവിക്കാൻ? ഫ്രീഡം ഫ്രം ഡെഡ് വർക്ക്സ്. നിർജീവ പ്രവർത്തികളിൽ നിന്ന്, അതായത് ക്രിസ്തുവുമായി ബന്ധമില്ലാതെ നിർജീവമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമം എന്ത് ഫോളോ ചെയ്യുന്ന ആയിക്കോട്ടെ, യു ക്യാൻ സ്റ്റിൽ ബി ഇൻ ഡെഡ് വർക്ക്സ്. ആമേൻ. അതിൽ നിന്ന് സ്വാതന്ത്ര്യം തരും പരിശുദ്ധാത്മാവ്. കാരണം ഹീ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ. അവൻ നിങ്ങളുടെ ജീവിതത്തെ നനച്ച് നട്ട് വളർത്തും. ആമേൻ. ഫ്ലറിഷ് ചെയ്യിക്കും പരിശുദ്ധാത്മാവ്. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വി ഹാവ് ബീൻ റിലീസ്ഡ് ഫ്രം ദ ലോ സോ ദാറ്റ് വി സെർവ് ഇൻ ദ ന്യൂ വേ ഓഫ് ദ സ്പിരിറ്റ്. നമ്മളെ ദൈവം ന്യായപ്രമാണത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പരിശുദ്ധാത്മാവിലുള്ള ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. ആത്മാവിന്റെ പുതുക്കത്തിൽ കർത്താവിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ന്യായപ്രമാണത്തിൽ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബൈബിൾ പ്ലാനും ദൈവം ഇപ്പം എന്നോട് റോമൻസ് വായിക്കാൻ പറഞ്ഞതും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ബൈബിൾ പ്ലാൻ വായിക്കുന്നതിൽ എനിക്ക് സന്തോഷം കിട്ടും, പക്ഷേ റോമൻസ് വായിക്കാനായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ സീസണിൽ. ആമേൻ. സോ ജസ്റ്റ് അപ്ലൈ ദിസ്. ആത്മാവിൽ ഉള്ള പുതുക്കത്തിൽ നിങ്ങൾ ജീവിക്കുക. രണ്ടാമതായി, നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒന്നാമത്, നിർജീവമായ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറിയായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്. രണ്ടാമതായി, നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ആമേൻ. നമുക്ക് വായിക്കാം അതിൻ്റെ 16-ാം വാക്യം, ഗലേഷ്യൻസ് 5:16.
ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പിൻ, നടപ്പിൻ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, ഒന്നാമതായി പൗലോസ് പറയുന്നു 5-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ കാത്തിരിക്കുന്ന നീതിക്ക് വേണ്ടി, കാത്തിരിക്കുന്ന നീതി ലഭിക്കുവാനായി ആത്മാവിൽ നടക്കണം. നമുക്ക് നീതിമാനായി തോന്നുന്നതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. റിയൽ റൈച്ചസ്നെസ്സിൽ നടക്കണമെങ്കിൽ ആമേൻ യു ഹാവ് ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് രണ്ടാമത് എന്താ പറയുന്നത്? ആമേൻ. നിങ്ങൾ എന്തിനാണ് പരിശുദ്ധാത്മാവിൽ നടക്കേണ്ടത്? ടു യു വോണ്ട് ബി ഡൂയിങ് വാട്ട് യുവർ സിൻഫുൾ നേച്ചർ ക്രേവ്സ് ഫോർ. എന്താ? നിങ്ങളുടെ ജഡത്തെ അനുസരിച്ച് നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്താ ജഡത്തെ അനുസരിച്ച്? ജഡത്തിന്റെ മോഹം പാപമാണ്. ആമേൻ. ജഡത്തിന്റെ മോഹം പാപമാണ്. ദ ഫ്ലഷ് ക്രേവ്സ് ഫോർ സിൻ, അല്ലേ? അതവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ യു വോണ്ട് ബി ഡൂയിങ് വാട്ട് യുവർ സിൻഫുൾ നേച്ചർ ക്രേവ്സ്. എന്താ ഈ സിൻഫുൾ നേച്ചർ? ദ നേച്ചർ ഓഫ് അവർ ഫ്ലഷ്. നമ്മുടെ ജഡം എപ്പോഴും ക്രേവ് ചെയ്യുന്നത് പാപമാണ്. ആത്മാവ് എപ്പോഴും ക്രേവ് ചെയ്യുന്നത് ദൈവത്തെയാണ്. ആത്മാവിന്റെ ആഗ്രഹം പാപത്തോടും ദൈവത്തോടും, ജഡത്തിന്റെ ആഗ്രഹം പലപ്പോഴും പാപത്തോടുമാണ്. ആമേൻ. ബിക്കോസ് നമ്മുടെ ഫ്ലഷ് വീക്കാണ്. നമ്മൾ കംപ്ലീറ്റ്ലി റിഡീംഡ് ആയിട്ടില്ല. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നീതീകരിച്ചു, ഇപ്പോൾ വിശുദ്ധീകരിക്കുന്നു. നാളെ ദൈവം നമ്മളെ മഹത്വീകരിക്കും. ആമേൻ. സോ രണ്ടാമതായി പരിശുദ്ധാത്മാവിൽ നടക്കുന്നത് എന്താണ് അതിൻ്റെ ഗുണം? വി വിൽ നോട്ട് ഫുൾഫിൽ ആർ സിൻഫുൾ ഡിസയേഴ്സ്. റോമൻസ് 7:19 കൂടി വായിക്കാം. നമുക്ക് അതൊന്ന് പ്രാർത്ഥിക്കാം. റോമൻസ് 7:19 ഇംഗ്ലീഷിൽ ഇങ്ങനെ: ഫോർ ഐ ഡു നോട്ട് ഡു ദ ഗുഡ് ഐ വോണ്ട് ടു ഡു, ബട്ട് ദ ഈവിൾ ഐ ഡു നോട്ട് വോണ്ട് ടു ഡു. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ആമേൻ. അപ്പൊ നോക്കിയേ, നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം നന്മ പ്രവർത്തിക്കണമെന്നാണ്, നല്ലത് ചെയ്യണമെന്നാണ്. പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ, ഇതാരാ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്? നമ്മുടെ ജഡമാണ്. ആമേൻ. പിശാചിന് പോലും അതിന് ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഫ്രീ വില്ല. പിശാചിനൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിശാച് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരത്തേ ഉള്ളൂ. പിശാച് പഴം പറിച്ച് ഹവ്വയുടെ വായിലോട്ട് കുത്തിക്കയറ്റിയൊന്നുമില്ല. ഹവ്വ തന്നെയാണ് ആ പഴം പറിച്ച് കഴിച്ചത്. നമ്മുടെ ചോയ്സാണ്. ആമേൻ. പാപ്പച്ച സാർ ഇവിടെ ക്ലാസ് എടുത്ത് പറഞ്ഞ്, ദൈവം അവിടെ നോക്കിയത് അവരെ പരീക്ഷിക്കാനൊന്നുമല്ല. ദൈവം നോക്കിയത് എന്താ? ഹൂ വിൽ ദേ ചൂസ്? ആരുടെ വാക്ക് കേൾക്കുവാൻ അവർ ചൂസ് ചെയ്യും? ആരെ അവിടെ വാക്ക് പോലും അല്ല, ആരെ അവരവിടെ ചൂസ് ചെയ്യും? അവരുടെ ആഗ്രഹം ചൂസ് ചെയ്യും, അതോ ദൈവത്തെ ചൂസ് ചെയ്യും? പാപത്തിന് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ പാപം, അല്ലെങ്കിൽ ദൈവം. ഒന്നുകിൽ പാപം, അല്ലെങ്കിൽ വിശുദ്ധി. അല്ല കേട്ടോ, വിശുദ്ധിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. പക്ഷെ ദൈവത്തോട് അടുക്കാൻ നോക്കിയേ, വിശുദ്ധി അതിൻ്റെ ഒരു ഫ്രൂട്ട്, അതിൻ്റെ ഒരു ഫലമാണ് വിശുദ്ധി. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുടെ ലൈഫിൽ കാണാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടാണ് ഹോളിനെസ്. ക്രേവ് ഫോർ മോർ ഓഫ് ജീസസ്, ക്രേവ് ഫോർ മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ സീസണിൽ എന്നോട് ദൈവം പറയുന്ന കാര്യം, ഡാനി, ഞാൻ പറയും, കർത്താവ് എനിക്ക് ആ വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ഈ വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ഈ വീക്ക്നെസ് നിന്ന് പുറത്ത് വരണം, എനിക്ക് ഹോളിനെസ് വേണം. കർത്താവിനെ റിമൈൻഡ് ചെയ്യണം, നീ ഹോളിനെസ്സിന് വേണ്ടി അധികം പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല, അത് ബിബ്ലിക്കലാണ്, കുഴപ്പമില്ല. യു പ്രേ ഫോർ മോർ ഓഫ് മീ. കാരണം വെളിച്ചമുള്ളിടത്ത് ഇരുളിന് സ്ഥാനമില്ലെന്ന ബൈബിൾ പറയുന്നത്. ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇരുട്ടിന് അവിടെ സ്ഥാനമില്ല. ആമേൻ. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും യേശുവിനെ കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുന്നത് ഒരു നാച്ചുറൽ ഔട്ട്കം ആയിരിക്കും അതിൻ്റെ. ആമേൻ. സോ നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. ഇനി കുറച്ചും കൂടി ഉണ്ട്, നമുക്കത് അടുത്ത ആഴ്ച ചിന്തിക്കാം. ആമേൻ. എത്ര പതുക്കെ പോകുന്നത് നമുക്കിത് മനസ്സിലാവണം. നമ്മൾ മനസ്സിലാക്കി നമ്മളിത് പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ഇതാണ്, പരിശുദ്ധാത്മാവിൽ എന്തുകൊണ്ട് നമ്മൾ നടക്കണം. വി നീഡ് ടു ലിവ്. നമുക്ക് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ആമേൻ. നിർജീവമായ പ്രവൃത്തികളല്ല, ജീവൻ്റെ വഴിയായ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വഴിയിൽ നമുക്ക് നടക്കണം, ജീവിക്കണം. നമുക്ക് ജീവിക്കണം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നിർജീവ പ്രവൃത്തികളിലല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ആമേൻ. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചു, എന്തുകൊണ്ട് നമ്മൾ ഹൗ ഡസ് ടു ലിവ്, അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് ടു ലിവ്. ഹൗ ഡു വി ലിവ് വിത്തൗട്ട് ഫുൾഫില്ലിംഗ് ദ സിൻഫുൾ ഡിസയേഴ്സ്. ഒന്നാമത് നിർജീവ പ്രവൃത്തികൾ, രണ്ടാമത് മരണകരമായ പാപങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ജീവിക്കുവാൻ, വിക്ടോറിയസ് ആയി ജീവിക്കുവാൻ. ആമേൻ. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോഴും കണ്ടംനേഷനിലാണെങ്കിൽ, നിങ്ങളിപ്പോഴും ഗിൽറ്റിലാണെങ്കിൽ, നിങ്ങൾക്കിപ്പോഴും കുറ്റബോധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ പ്രോബബ്ലി ക്രിസ്ത്യാനിറ്റി എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോഴും നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്താലും, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഒരു സന്തോഷവും, ആത്മീക സന്തോഷം കിട്ടത്തില്ല.
ഒരു പുറത്തെ ഒരു സന്തോഷം കിട്ടും. ആമേൻ. സോ യു സ്റ്റിൽ പ്രോബബ്ലി ഇൻ ഡെഡ്ലി വർക്ക്സ്. ഞാൻ നിങ്ങൾ അങ്ങനെ ആണെന്ന് പറയുകയല്ല, അങ്ങനെ ആയിരിക്കാം, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് ആത്മീക സന്തോഷമില്ല, യു ആർ പ്രോബബ്ലി ഇൻ സിൻ, നിങ്ങൾ പാപത്തിലായിരിക്കാം. ഈ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ആമേൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സന്തോഷം കെടാനുള്ള രണ്ട് കാരണങ്ങൾ ഇതാ. ഒന്നുകിൽ നിങ്ങൾ നിർജീവമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്താലും നിങ്ങൾക്ക് സന്തോഷം കിട്ടത്തില്ല, കാരണം നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വി ആർ ലിവിങ് ഫ്രം വിക്ടറി ടു വിക്ടറി, ഫ്രം ഗ്ലോറി ടു ഗ്ലോറിയാണ് നമ്മുടെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നിർജീവമായ പ്രവർത്തികളിൽ നിന്ന് പുറത്തു വന്ന് ആത്മാവിലുള്ള പുതിയ വഴിയിൽ ജീവിക്കുവാൻ. ആമേൻ. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകളിലേക്ക് ദൈവത്തെ കൊണ്ടുവരാതെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക്. കാരണം അവൻ നമ്മുടെ ഇടയനാണ്. ആമേൻ. നമ്മൾ 30 വർഷം മുമ്പേ വന്ന അതേ മേച്ചിൽപ്പുറത്ത് ഇപ്പോഴും വന്ന് പുല്ലുണ്ടോ എന്ന് നോക്കുക. അല്ല, ദൈവം മൂവ് ഓൺ ചെയ്തു. പ്ലീസ് മൂവ് ഓൺ വിത്ത് ലോഡ്. ദൈവത്തോട് ചേർന്ന് നടന്നാട്ടെ. ആമേൻ. അടുത്തതായി, രണ്ടാമതായി, ഇഫ് യു നോട്ട് ഹാപ്പി, പ്രോബബ്ലി നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? നിർജീവ പ്രവർത്തികൾ നമ്മളെ പുറത്തു കൊണ്ടിരുന്നു. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ 5:16 തോന്നുന്നു നമ്മൾ വായിച്ചില്ലേ? എന്താ വായിച്ചത്? പാപപ്രവർത്തികളെ പൂർത്തീകരിക്കാതെ ആമേൻ പുതിയ ജീവനിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ടു ലിവ്, ജീവിക്കുവാൻ സഹായിക്കുന്നു. എങ്ങനെ ജീവിക്കുവാൻ? നിർജീവമായ പ്രവർത്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. മരണകരമായ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിർജീവമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന, ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അവർ പുതിയ വഴിയായ പരിശുദ്ധാത്മാവിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ ആമേൻ ദൈവം അവരെ ഇടയാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നിതിൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന, നന്ദിയോടെ ആരാധിക്കുന്നതോടെ വാഴ്ത്തുന്ന കർത്താവെ. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ ആ സ്നേഹം, കർത്താവെ ഇന്ന് ഞങ്ങൾ കർത്താവ് ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മെസ്സേജ് പറയുമ്പോൾ കർത്താവെ അതാ സാന്നിധ്യം തന്നെ കർത്താവെ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഈ സാന്നിധ്യം കർത്താവെ ഉള്ളത് കർത്താവെ പറഞ്ഞു തന്ന കർത്താവെ ആത്മാവിൽ നടക്കേണ്ടത് എന്തിനാണെന്ന് കർത്താവെ വളരെ ശക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിച്ചതായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഇപ്പോൾ കേൾപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവെ നിർജീവമായ അവസ്ഥകളിൽ കർത്താവെ ഇരിക്കുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഈ ക്രിസ്തീയ കർത്താവെ ജീവിതം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവെ ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് ഈ നിമിഷം വരെ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിൽ കർത്താവെ സന്തോഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ സമ്പൂർണ്ണമായി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നിമിഷം മുതൽ കർത്താവെ ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതം ഞങ്ങൾ സന്തോഷിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനെ കർത്താവെ ആ പരിശുദ്ധാത്മാവിലേക്ക് മുങ്ങി നിവരുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി കർത്താവേ. ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങ് തുറപ്പിച്ചതിനായി നന്ദി കർത്താവേ. കർത്താവെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കർത്താവെ ഈ നിമിഷം ഞങ്ങളെ നടത്തുന്നതിനായി കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഈ നിമിഷം ഞങ്ങൾ ഏറ്റുപറയുന്നപ്പ. ഈ സമയം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നപ്പ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ക്രിസ്തീയ ജീവിത കർത്താവെ എൻജോയ് ചെയ്ത് സന്തോഷിക്കുമെന്ന് കർത്താവെ ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നടന്ന് കർത്താവെ അത് ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യുമ്പോഴപ്പ ഇനി ഈ നിമിഷം മുതൽ ഈ ക്രിസ്തീയ ജീവിതം ഞങ്ങൾ എൻജോയ് ചെയ്യും. അങ്ങ് സഹായിക്കുന്നതായി നന്ദിയപ്പ. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ നിർജീവമായ അവസ്ഥകളിൽ നിന്ന് മാറ്റി കർത്താവ് പരിശുദ്ധാത്മാവിൽ ജീവനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെ ഈ നിമിഷം മുതൽ അങ്ങ് കയറ്റണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് ചെയ്തതിനായി നന്ദി, ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പെട്ടെന്ന് നിതിൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം, ഐ നീഡ് പ്രെയർ ഹെൽപ്പ്. ഞാൻ വർഷങ്ങളായിട്ടൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇന്ന് കേട്ടതുപോലെ നിർജീവമായ പ്രവൃത്തികളിലാണോ ഞാൻ ജീവിക്കുന്നത് അതോ പരിശുദ്ധാത്മാവിലാണോ ജീവിക്കുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. ഞാനിവിടെ അവൈലബിൾ ആണ്. ഇവിടെ അനേക ദേവദാസന്മാർ അവൈലബിൾ ആണ്.
ഞാൻ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഐ നീഡ് പ്രെയർ. എൻ്റെ ക്രിസ്ത്യൻ ലൈഫ് എനിക്ക് പണ്ടത്തെ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ചർച്ചിൽ പോകാൻ തോന്നുന്നില്ല. ഇത്രയും നാളും ചർച്ചിൽ പോയിക്കൊണ്ടുന്ന ഒരു ബേർഡനാണ് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. വി ആർ റെഡി ടു ടോക്ക് ടു യു. വി ആർ റെഡി ടു ലീഡ് യു ടു ദ റൈറ്റ് വേ ഓഫ് ലൈഫ്. ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുക. രണ്ടാമതായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പാപത്തിൽ നിർജീവമല്ല മരണകരമായ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിക്കുവാനായിട്ട് എനേബിൾ ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഓൾ യു നീഡ് ടു ഡു ഇസ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക. ആമേൻ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രികാലം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോകും. സമയം ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർജീവമായ പ്രവൃത്തികളിൽ ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, നിയമങ്ങളിലും ചട്ടങ്ങളിലും ബന്ധമില്ലാത്ത അവസ്ഥകളിലായിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, പരിശുദ്ധാത്മാവെന്ന പുതിയ വഴിയിൽ നടക്കുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതുമയിൽ നടക്കുവാൻ, ഓരോ സീസണിലും ന്യൂനെസ് ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കാരണം അങ്ങ് പുതുക്കത്തിൻ്റെ ദൈവമാണല്ലോ കർത്താവെ. രണ്ടാമതായി കർത്താവെ, മരണകരമായ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ കർത്താവെ. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയാതെ കർത്താവെ പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദം കം ഔട്ട് ഓഫ് സിൻ and let them join with Jesus. ക്രിസ്തുവിൽ നടക്കുവാൻ, യേശുവിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ രണ്ട് രീതിയിലും ജീവിക്കുന്ന കർത്താവെ ഗ്രൂപ്പ് ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നെങ്കിൽ ലെറ്റ് ദം ബി ഡെലിവേർഡ് ഫാദർ ഗോഡ്. കർത്താവെ, അവർ വിടുവിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെന്ന പുതിയ വഴിയിൽ, പുതിയ ജീവനിൽ, പുതിയ മാർഗത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി, ജീവിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. May the love of the Father, the grace of the Son and the communion of the Holy Spirit, പിതാവേ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. God bless you and good night.